വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സ്റ്റാർലറ്റ് ഷൈൻ. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് കീപ് സപ്പോർട്ടിങ്. കാരണം നിങ്ങളുടെ ഓരോരുത്തരുടെയും ഈച്ച് ആൻഡ് എവറി വൺ സപ്പോർട്ട് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല ഗൈസ്, ഒന്നുമല്ല. സോ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. ആൻഡ് കീപ് സപ്പോർട്ടിങ്. കുറേ പേരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുറേ പേരൊക്കെ ചോദിച്ചായിരുന്നു എന്താണ് ഇപ്പോൾ വീഡിയോസൊക്കെ നിർത്തിയോ ഇല്ല, അതിനുള്ള എക്സ്പ്ലനേഷൻസൊക്കെ ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ അതിന് മുന്നായിട്ട് എനിക്കൊരു സാഡ് ന്യൂസ് പറയാനുള്ളത്, ഞാൻ കുറച്ച് നാളിങ്ങനെ വീഡിയോസ് ഇങ്ങനെ ഇടാണ്ടിരുന്നപ്പോഴത്തേക്കും എനിക്ക് വാച്ച് ടൈം അവേഴ്സൊക്കെ നൈസായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിനെല്ലാം ഒരു എക്സ്പ്ലനേഷൻ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. യെസ്, അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ഐറ്റംസ് നമ്മൾ അൺബോക്സിങ് ചെയ്യുന്നതാണ്. ആദ്യമായിട്ടാണ് ഞാൻ അൺബോക്സിങ് ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ആ ഒരു ഇത് പ്രകാരം, അതായത് എല്ലാവരും പറയുന്നുണ്ട് കുറച്ചും കൂടി വെറൈറ്റി എന്തെങ്കിലും ചെയ്ത്. വെറൈറ്റി അല്ലല്ല, മിക്ക യൂട്യൂബേഴ്സും ചെയ്യാറുണ്ട്. അപ്പം ഞാൻ പക്ഷേ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ട്, എനിക്കത് അൺബോക്സ് ചെയ്യണം എന്നല്ല, സത്യമായിട്ടുണ്ടെങ്കിൽ നേരത്തെ നമ്മളെല്ലാം നോക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം എന്നുള്ള ഒരു ഇതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഗൈസ്, പപ്പ വന്നപ്പോൾ കുറച്ച് സംഭവങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്യുന്നതാണ് ഗൈസ്. ഫോറിൻ പ്രൊഡക്ട്സ് ഇവിടെയും കിട്ടും എന്നാലും. അപ്പോൾ നമുക്കത് അൺബോക്സ് ചെയ്യാം. അതിന് മുന്നായിട്ട് പുറത്തുനിന്ന് ഞാൻ എല്ലാ വീഡിയോയിലും പറയണ പോലെ നോയ്സസ് വരും. പിന്നെ ഞാനിപ്പോൾ റൂമിലാണ്. അപ്പോൾ ഇവിടെ അപ്പുറത്തെ റൂമിലൊക്കെ ആൾക്കാരുണ്ട്, അപ്പോൾ അങ്ങനെയും കുറച്ച് ഒച്ച വരും. സോ സഹിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. നമ്മൾ ഫസ്റ്റ് നമ്മൾ എന്ത് പ്രൊഡക്റ്റാണ് നമ്മൾ പരിചയപ്പെടുത്താൻ വേണ്ടി പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, യെസ്, ഫസ്റ്റ് തന്നെ നമുക്ക് പ്രൊഡക്റ്റ് അല്ല ഇതെന്ന് പറയുന്നത് ഒരു പെർഫ്യൂമാണ്. നൈസാണ്, നല്ലൊരു എന്താ പറയുക, ആക്ച്വലി ഇത് മെൻ്റെയാണ്, പക്ഷെ അങ്ങനെയൊന്നുമില്ല, നമ്മളെല്ലാവരും യൂസ് ചെയ്യാറുണ്ട്. സോ യെസ്, എറ്റേണൽ ലവ്. ഇത് നല്ല സ്മെല്ലൊക്കെ ഉള്ളൊരു പെർഫ്യൂമാണ് ഗൈസ്. സോ ഇതാണ് ആദ്യത്തെ ആ ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവന്നത്, കാണുന്നില്ല ഗൈസ്. പിന്നെ നമുക്കുള്ളത് താഴ്ത്തി വെക്കാം. പിന്നെ ഞാൻ കുറേ നാൾ പറഞ്ഞ് പൊതുവേ പപ്പയ്ക്ക് ഞാൻ മേക്കപ്പ് ഇടുന്നത് ഇഷ്ടമല്ല ഗൈസ്, പക്ഷേ എനിക്ക് അങ്ങനെയല്ല ഗൈസ്, എനിക്കിഷ്ടമാണ്. സോ അപ്പോൾ പോരാത്തതിന് ഇപ്പോൾ ഗേൾസ് കോളേജും കൂടെ ആയതുകൊണ്ട് ഞാൻ ആക്ച്വലി ഈ സംഭവം യൂസ് ചെയ്യാറില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ ലാസ്റ്റ് ഇയറൊക്കെ ആയതുകൊണ്ടിട്ട് നമ്മളങ്ങനെ യൂസ് ചെയ്ത് തുടങ്ങുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ആഗ്രഹപ്രകാരം കൊണ്ടുവന്നത് മേക്കപ്പ് സെറ്റാണിത്, മേക്കപ്പ് കിറ്റ്. എനിക്ക് ഈ സംഭവം ശരിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കൊള്ളാം, നൈസ് സംഭവമാണ്. തുറന്ന് കാണിച്ചു തരാം, ഇത് ഓർക്കാൻ പറ്റുള്ള. യെസ്, ഇങ്ങനൊരു സംഭവം കൂടി ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്, ഞാൻ ആക്ച്വലി കണ്ടിട്ടുള്ളതാണ്, പക്ഷെ ഞാൻ യൂസ് ആക്കാറില്ല. ഇതിപ്പോൾ കൊണ്ടുവന്നിട്ട് യൂസ് ആക്കാറുണ്ട്. ഇതിനിപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ ലിപ്സ്റ്റിക്സ് ഉണ്ട്, ബ്രഷ് ഉണ്ട്. ഞാൻ ആക്ച്വലി ഇത് യൂസ് ചെയ്തായിരുന്നു, ഇപ്പോഴും ഞാനത് ഇട്ടിട്ടുണ്ട്, കാണുമ്പോൾ അറിയാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു മേക്കപ്പ് സെറ്റ് കൊണ്ടുവന്നു ഗൈസ്. യെസ്, പിന്നെ ഉള്ളത് ഒരു ഫേസ് വാഷാണ്. യെസ്, പ്യൂരിഫയിങ് ഫേസ് വാഷ് ജെല്ലാണ് എവ്ലിൻ്റെ. ഇതും നൈസാണ്. ഞാനിപ്പോൾ മേക്കപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് കഴുകിക്കളയാനും, പിന്നെ ആഫ്റ്റർ കോളേജ് വന്നിട്ട് മുഖം ഒന്ന് വാഷ് ചെയ്യുമ്പോൾ നമ്മളിത് യൂസ് ആക്കാറുണ്ട്. ഇത് ആക്ച്വലി 2 എണ്ണം കൊണ്ടുവന്നു, ഒരെണ്ണം ഇവിടെ ഉണ്ട്. ഇതെൻ്റെ ആണിത്, ഞാൻ അതെടുത്ത് കാണിച്ചു. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ആക്ച്വലി ഇത് കുറച്ചായി നേരത്തെ കാണിക്കേണ്ടതായിരുന്നു. എന്നോട് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് കാണിക്കുവാന്ന്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ഒന്നുമില്ലായിരുന്നു ഗൈസ്. ഞാൻ ആകെ ഈ ഒരു ഷെയ്ഡ് മാത്രമായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും അത് അടിച്ചേക്കുന്നത്. ഇത് അത്യാവശ്യം ഡാർക്കാണ്, പിന്നെ വേറെയൊക്കെ തീർന്നിരിക്കുകയായിരുന്നു ഗൈസ്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും കൊണ്ടുവന്ന് ഗൈസ് ലിപ്സ്റ്റിക് ഷെയ്ഡ്സ്. ചോദിച്ചത് ആരായാലും എനിക്കത് ആരാണ് ചോദിച്ചതെന്ന് അറിയത്തില്ല. ചോദിച്ചത് ആരായാലും അയാൾക്ക് ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. യെസ്, അപ്പോൾ ചോദിച്ച ആരായാലും ആ കുട്ടിക്ക് ചേച്ചി എന്ന് പറഞ്ഞിട്ടാണ് ചോദിച്ചത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്നെക്കാളും വിലയതായിരിക്കും. എന്നാലും ആരായാലും ആ കുട്ടിക്ക് ഞാനിത് സമർപ്പിക്കുന്നു. ഓക്കെ,
സോറി ഡിലേ ആക്കിയതിന്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത വീഡിയോയിൽ എന്തായാലും ആ ഒരു സംഭവം ഞാൻ കാണിക്കുന്നു. അപ്പോൾ ഇത് ഓർത്ത് വെച്ചിട്ടുണ്ട്, മറന്നിട്ടൊന്നുമില്ല. അപ്പോൾ ഇതിങ്ങനെ ഒരു 7 ഷെയ്ഡ്സ് ഉണ്ട്. അതിലിപ്പോൾ 6 ഉള്ളൂ, ഒരെണ്ണം പോയതല്ല, ഇവിടെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കണ്ട കുറച്ച് ഷെയ്ഡ്സ് ഉണ്ട്, ഇങ്ങനെ കുറച്ച് ഷെയ്ഡ്സ് ഉണ്ട്. ഇതിപ്പോൾ ഞാൻ അടിച്ച് കാണിക്കുന്നില്ല, കാരണം ഞാനിപ്പോൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് കുറച്ചും കൂടി ഇത് പരിചയപ്പെടുത്താനുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഞാനിതിൻ്റെ ഡീറ്റെയിൽഡ് വെർഷൻ കാണിക്കുന്നതായിരിക്കും, എസ്പെഷ്യലി ആ കുട്ടികൾക്ക്. ഓക്കെ, ഞാൻ ഷോർട്സ് ആയിട്ടോ അല്ലെങ്കിൽ ഷോർട്സിൽ പക്ഷേ 1 മിനിറ്റേ പറ്റത്തുള്ളല്ലോ, സോ ഷോർട്സ് പറ്റില്ല. അല്ലാണ്ട് ലോങ് വീഡിയോയിൽ തന്നെ ഞാൻ ലിപ്സ്റ്റിക് ഷെയ്ഡ്സിൻ്റെത് മാത്രം ഇട്ടിട്ട് കാണിച്ച് തരുന്നതായിരിക്കും, കുട്ടിക്ക് കാണിച്ച് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നത് നെയിൽ പോളിഷാണ്. നെയിൽ പോളിഷ് 6 or 7 പാക്സ്, 10 പാക്സ് ഉണ്ട്. അതായത് മറ്റേ മിനി നെയിൽ പോളിഷസ് ഇല്ലേ, ലൈക്ക് ഇങ്ങനെ ചെറുത് അങ്ങനെ കുറച്ച് പാക്സ് ഉണ്ട്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ എന്താണ് ഷെയ്ഡ്സൊക്കെ എടുത്തിട്ട് ലിപ്സ്റ്റിക്കും ഇതും കൂടി കാണിക്കുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ അല്ലെങ്കിൽ വീഡിയോ ലെങ്ത്ത് കൂടുന്നു ഗൈസ്. ലെങ്ത്ത് കൂടുന്നത് കൊണ്ടിട്ട് അത് 2 പ്രൊഡക്റ്റും കൂടി ഞാൻ കാണിക്കുന്നതായിരിക്കും. പിന്നെ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ക്രീംസ് ആണ് ഗൈസ്. ബ്യൂട്ടി ഒക്കെ എല്ലാവരും ശ്രദ്ധിക്കുന്നവർക്ക് യൂസ് ആക്കാൻ പറ്റുന്ന, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഇതാണിത്. അതായത് ഞാൻ ആക്ച്വലി ഡവ് ആയിരുന്നു യൂസ് ആക്കുന്നത്. ഇതുപോലെ ഇത് നൈസാണ്, പറയാണ്ട് തന്നെ കുറേ പേർക്ക് അറിയാൻ പറ്റും. ഇത് വന്നിട്ട് ഒലേൻ്റെ നൈറ്റ് ക്രീമും അതേപോലെ ഡേ, അതായത് നിങ്ങൾക്ക് കാണുമ്പോൾ ഇത് യെല്ലോ എടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു വയലറ്റ് ഷെയ്ഡ് നൈറ്റാണ് എഴുതിയിട്ടുമുണ്ട്. ഈ യെല്ലോ വന്നേക്കുന്നത് ഡേ എഴുന്നേറ്റ് വരുമ്പോൾ തേൽക്കാൻ, പിന്നെ തേക്കാൻ, പിന്നെ നൈറ്റ് ഉറങ്ങുമ്പോൾ തേക്കും, ഇത് തേച്ച് കിടക്കാൻ. അങ്ങനെ 2 ക്രീംസ് ഉണ്ട് ഗൈസ്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച പെർഫ്യൂം ഇല്ലേ, ഒരു ഗ്രീൻ, അതിൻ്റെ പോലെ തന്നെ മിനിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു സംഭവം, ഇതും നൈസാണ്. ഇത് 2 മാത്രമല്ല, വേറെ കുറച്ചും കൂടി ഉണ്ടായിരുന്നു ഗൈസ്, പക്ഷെ അതൊന്നും കാണുന്നില്ല ഗൈസ്. ഇവിടെ ഉണ്ട്, അത് കാണുന്നില്ല. സോ ഇതും നൈസാണ്, വെറുതെ ഓസം സ്മെല്ലാണിത്. എനിക്കിഷ്ടപ്പെട്ട ഒരു ഫേവറേറ്റാണിത്. ആക്ച്വലി എൻ്റെ സൺസ്ക്രീൻ തീർന്നിരിക്കുകയായിരുന്നു, സോ അതും കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. മനസ്സിലായില്ലേ, പപ്പ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം അറിഞ്ഞും കണ്ടും കൊണ്ടുവരുന്ന ഒരാളാണ്. സോ നമ്മൾ പറയാണ്ട് തന്നെ കൊണ്ടുവന്ന സാധനങ്ങളാണ് ഇപ്പം ഞാൻ അൺബോക്സ് ചെയ്തിരിക്കുന്നത്. മേക്കപ്പ് സെറ്റൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലാണ്ട്. സോ ഇതും ഭയങ്കര എസെൻഷ്യൽ ആയിരുന്നു, പ്രത്യേകിച്ച് കോളേജിൽ പോകുമ്പോൾ. സോ ഇതും കൊണ്ടുവന്നു ഗൈസ്, അതാണ് പവർ. പിന്നെ അടുത്ത പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുന്നതിന് മുന്നേയായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഗൈസ്. അതെനിക്ക് ഭ്രാന്തായിട്ടല്ല, ചൂടെടുക്കുന്നുണ്ട്. അതായത് ഫാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര നോയ്സാണ്. അപ്പോൾ വീഡിയോയിൽ അത് വരുമ്പോൾ കേൾക്കുന്ന നിങ്ങൾക്കത് ഡിസ്റ്റർബൻസ് ആവും. ഞാനത് നോക്കിയായിരുന്നു ട്രയൽ എടുത്ത്, പക്ഷേ ആ ഒരു ശബ്ദമുണ്ട് ഗൈസ്. അപ്പോൾ ചൂടത്ത് നിന്നാണ് ഗൈസ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. കഷ്ടപ്പാടാണ് ഗൈസ്, കഷ്ടപ്പാട്. അങ്ങനെ നിന്നുകൊണ്ട് നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് നോക്കാം. അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് ഡെവിഡോഫ്. നിങ്ങൾക്ക് അറിയാൻ പറ്റും, മറ്റേ ഈ എന്താ പറയുക, നല്ല റേറ്റുള്ള അത്യാവശ്യം ഒരു കോഫിയാണിത്. നൈസാണ്. ഇന്ന് മോർണിംഗും കൂടി കുടിച്ചത് ഈ കോഫിയാണ് ഗൈസ്. നൈസാണ്, നല്ല. ഇതിലിങ്ങനെ ഞാൻ കാണിച്ചു തരാൻ പറ്റുമോ നോക്കട്ടെ ഗൈസ്, കാണുമോ? അതായത് കണ്ടോ, ഇങ്ങനെ പൊടിയല്ല, ലൈക്ക് ഇങ്ങനത്തെ ഒരു സംഭവമാണ് ഇത്. നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ, നമ്മൾ തിളച്ച വെള്ളത്തിൽ നമ്മളിത് ഇട്ട് കൊടുക്കുമ്പോൾ അത് കോഫി സെറ്റാവും. ഇതറിയാത്തവർക്ക് പറഞ്ഞതാണ്, മിക്കവർക്കും ഇത് അറിയാൻ പറ്റും. സോ നൈസാണിത്, വെറുതെ പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ കാണിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മളുടെ ഗുഡ് ഡേ ക്യാപ്പുച്ചിനോ. ഇതും അങ്ങനത്തെ ആക്ച്വലി ഇതിലെല്ലാം ഉണ്ട്. ഇതും എല്ലാവർക്കും അറിയാൻ പറ്റും. ഇതിലെല്ലാം ഉണ്ട്. നമ്മൾ ജസ്റ്റ് മനസ്സിലായ വെറുതെ വെള്ളം എടുത്തിട്ട് അത് നമ്മൾ ചൂടാക്കിയതിന് ശേഷം ഇതിലെല്ലാം ഉണ്ടല്ലോ. സോ ഈ ഒരു പൊടി ഫുള്ള് നമ്മൾ ഇട്ട് കൊടുക്കും. സോ അങ്ങനെ ആ പൗഡർ നന്നായിട്ട് വരുമ്പോഴത്തേക്കും സെറ്റ്, വേറെ നല്ല ടേസ്റ്റുള്ളൊരു ക്യാപ്പുച്ചിനോ റെഡിയാണ് ഗൈസ്. അപ്പോൾ അത് നമ്മൾ ഇതും കൂടി ഇട്ട് കൊടുക്കും. ഇതും വേറെ സീനാണ് കേട്ടോ, നൈസാണ്. ഇത് രണ്ടുമാണ് ഇപ്പോൾ യൂസ് ആക്കാറ്, കൂടുതലും ഇതാണ് യൂസ് ആക്കാറ്.
പിന്നെ നമുക്കുള്ളത് ഇതും എസെൻഷ്യൽ ആയിട്ടൊരു സംഭവമാണ്. പ്രത്യേകിച്ച് ഈ തണുപ്പ് കാലത്തൊക്കെ നമ്മളല്ലെങ്കിൽ ഇപ്പോൾ ഈ സ്കിന്നൊക്കെ ഈ പൊരി പോലെ വരുന്നതൊക്കെ ഉണ്ട്. എൻ്റെ സ്കിന്നടക്കം ഇങ്ങനെ ഡ്രൈ ആവാറുണ്ട്. സോ യൂസാക്കാൻ പറ്റുന്ന ഒരു സംഭവം കാണുന്നില്ലേ, വാസ്ലിൻ. ഇത് വന്ന് ബേബി മോയ്സ്ചറൈസിങ് ജെല്ലിയാണ്. സോ ഇത് കുട്ടികൾക്ക് വരെ, ബേബീസൊക്കെ ഇല്ലേ വീട്ടിൽ, അവർക്ക് വരെ യൂസാക്കാൻ പറ്റുന്നൊരു നൈസാണ്. ഇത് തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ആ ഒരു എഫക്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. മെയിൻലി ലിപ്സിൽ, പിന്നെ ലെഗ്സിൽ, അങ്ങനെ ഡ്രൈനെസ് വരുന്ന നമുക്ക് എല്ലായിടത്തും നമുക്ക് യൂസ് ആക്കാൻ പറ്റുന്നതാണ്. സോ ഇതും ഒരു അമേസിങ് ആയിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ നേരത്തെ ഞാൻ ഒലേൻ്റെ ഡേയും നൈറ്റ് ക്രീമും കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഗ്ലൈസോളിഡ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ക്രീമാണ്, സോഫ്റ്റ് ക്രീം. ഇതെല്ലാ സ്കിൻ ടൈപ്സ് ഉള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ആക്ച്വലി ഞാൻ യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇത് പറയുന്നത് ശരിയല്ല ഗൈസ്. പക്ഷെ ഇത് നൈസാണ്. സോ ഇത് യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ കൂടുതൽ എനിക്ക് പറയാൻ അറിയത്തില്ല. പക്ഷെ ഇത് കണ്ടെടുത്തോളം നൈസാണ് ഗൈസ്. സ്മാർട്ട് വാച്ച്. ഇതൊരു സ്മാർട്ട് വാച്ചാണ്. ഇത് നമ്മൾ എല്ലാവർക്കും കൊണ്ടുവന്നിട്ടുണ്ട്, പല പല കളറിലുള്ളത്. ഇതിൻ്റെ ചാർജറാണ് ഗൈസ്. ഇത് നിങ്ങൾക്ക് പിന്നെ എന്താണ്, യെസ് കണ്ടോ, ഇത് ഞാൻ കണ്ടോ, യെസ്, ഇതിൻ്റെ ചാർജറാണ്. ജസ്റ്റ് ഇങ്ങനെ നമ്മൾ, നിങ്ങൾക്കറിയാമല്ലോ, ഇങ്ങനെ നമ്മൾ വെച്ചിട്ട് നമ്മളിങ്ങനെ ഇത് മാഗ്നറ്റിൻ്റെയാണ്. സോ അതിവിടെ ഇങ്ങനെ അടിച്ച് നമ്മൾ ചാർജ് ചെയ്യും. ചാർജ് ഉണ്ട് ഗൈസ്. അപ്പോൾ സ്മാർട്ട് വാച്ചും കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. പിന്നെ ലാസ്റ്റായിട്ട് എനിക്ക് കാണിക്കുള്ളത് ഇതാ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു ബാഗാണ്. കണ്ടോ, നല്ല രസമില്ലേ കാണാൻ? നല്ല രസമുണ്ട്. ഇതിങ്ങനെ നമുക്കിങ്ങനെ തൂക്കിയൊക്കെ പിടിക്കാൻ പറ്റുന്നൊരു ബാഗ്. അത് നല്ല രസമുണ്ട് കാണാൻ അല്ലേ? പക്ഷേ ഞാനിതെവിടെ അങ്ങനെ യൂസ് ആക്കിയിട്ടില്ല. പക്ഷേ നല്ല രസമുണ്ട് ഇത് കാണാൻ. ഓക്കെ, സോ അപ്പോൾ ഞാൻ മിക്കതും അൺബോക്സിങ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഗൈസ്. ഇത്രയേ ഉള്ളൂ. സോ ഇത്രയും സാധനങ്ങളാണ് നമ്മളുടെ പപ്പാച്ചി കൊണ്ടുവന്നത്. സോ കുറേ സംഭവങ്ങളൊക്കെ ഞാൻ പോലും ലൈക്ക് ഒന്നും പറയാതെ ചില സാധനങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നപ്പോൾ തന്നെ എന്നുള്ള സീൻ കിട്ടി. ആക്ച്വലി ഞാൻ മേക്കപ്പ് സെറ്റ് മാത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിൻ്റെ കൂടെ ലിപ്സ്റ്റിക്, പിന്നെ നെയിൽ പോളിഷിൻ്റെ സെറ്റും കൂടി തന്നപ്പോൾ ഞാൻ അങ്ങനത്തെ സീനിൽ ഇരുന്നു ഗൈസ്. സീനാണ്. നമ്മളോടൊന്നും ചോദിച്ചില്ല, ആക്ച്വലി സർപ്രൈസ് ആയിട്ടാണ് വന്നത്. അപ്പോൾ അതെല്ലാം കൂടി ആയപ്പോഴത്തേക്കും വെറുതെ സീനായി ഗൈസ്. അപ്പോൾ അങ്ങനെ പിന്നെ നമുക്ക് വീട് നമ്മൾ വേറെ ഷിഫ്റ്റ് ആയിട്ടുണ്ട്. സോ അങ്ങനെ എല്ലാം കൂടി വന്നു. പിന്നെ എനിക്ക് എക്സാംസ് വന്നു. അതെല്ലാം കൊണ്ടാണ് നമ്മൾ വീഡിയോ കുറച്ച് നാൾ പെൻഡിങ് ആയത്. പക്ഷേ എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ എത്ര നാൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടായിരുന്ന അത്യാവശ്യം ഒരു 68 വാച്ച് ടൈം അവേഴ്സൊക്കെ ഉണ്ടായി. പെട്ടെന്നാണ് അതിപ്പോൾ 21, 29 ആ ഒരു ഇതിലേക്ക് അത് പോകുമ്പോൾ അത് സങ്കടമാണ് ഗൈസ്. സോ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ തന്നെ വീഡിയോസ് എല്ലാം സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന് കാണണം ഗൈസ്. അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ വാച്ച് ടൈം അവേഴ്സ് കൂടത്തുള്ളൂ ഗൈസ്. അങ്ങനെ കുറച്ച് ടാസ്ക് വന്നായിരുന്നു. ഇനിയിപ്പോൾ അത് പയ്യെ പണ്ടത്തെ ഇതിലേക്ക് ആക്കി എടുക്കണമെന്നുണ്ട്, അറിയത്തില്ല. കാരണം അത് തന്നെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ആക്കിയെടുത്തത്. സോ ഇപ്പം നമുക്ക് സെമ്മൊക്കെ കഴിഞ്ഞ് സെം ബ്രേക്കിലാണ്. December 3 കോളേജ് തുറക്കും. സോ പിന്നെ നമ്മുടെ ബാക്ക് ടു കോളേജ്. ഇപ്പം സമയം കിട്ടുമ്പോൾ നല്ല വീഡിയോസ് ചെയ്യും. സോ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് നമുക്കിപ്പോൾ 200 ആയിട്ടില്ല ശരിക്കും, 184 എന്തോ ഉള്ളൂ സബ്. അപ്പോൾ അതും എല്ലാവരും ഒന്ന് സെറ്റാക്കണം. ഷെയർ ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക, സബ് ചെയ്യണം. ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ എന്നും എൻ്റെ കൂടെ നിൽക്കുന്ന കുറച്ച് ചങ്ക് ബഡീസ് ഉണ്ട് എനിക്ക്. പേരെന്നടുത്ത് പറയേണ്ട ആവശ്യമില്ല, അത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയാലും അവർ കീപ് സപ്പോർട്ടിങ്. അവരെനിക്ക് ഒത്തിരി മനസ്സിലായില്ലേ, അവരുടെ സീനായിട്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത്. സോ അവർ പിന്നെ അവരുടെ സപ്പോർട്ട് വേണം. ആക്ച്വലി നിങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഇതിൽ നിൽക്കുന്നത് വരെ. പിന്നെ നമ്മുടെ ചാനലിന് വ്യൂവേഴ്സ് വന്ന് ഞാൻ ലാസ്റ്റ് നോക്കിയപ്പോൾ 14K എന്തോ വ്യൂവേഴ്സ് ഉണ്ട്. അറൗണ്ട് 15K ആവാൻ പോകുന്നു. സോ അതെല്ലാം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ്. സോ കീപ് സപ്പോർട്ടിങ്. എൻ്റെ ഈ ഒരു ജേർണിയിൽ എല്ലാവരുടെ സപ്പോർട്ടും വേണം. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഇങ്ങനത്തെ നല്ല നല്ല കണ്ടൻറ്റുള്ള വീഡിയോസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സോ നെക്സ്റ്റ് നമുക്ക് ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. See you again.